Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ആയിട്ടാണ് ഓണിയൻ ചട്നി. ഇത് വേണമെങ്കിൽ റൈസിന്റെ കൂടെ ദോശയുടെ കൂടെ അല്ല ഇഡ്ലിയുടെ കൂടെ എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടുകൂടാതെ എടുക്കാനും പറ്റും. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓണിയൻ ചട്നി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. സെയിം ഓയിലിൽ തന്നെ 3 കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. അതും വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. സെയിം പാനിൽ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മല്ലി, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 വലിയ സവാളയാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഫുള്ളായിട്ടുള്ള മുളക് ഇല്ലെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളകും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പം തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം സവാളയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. ചട്നിയിലേക്ക് കടുക് താളിക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം പോയി കിട്ടണം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പം നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പം മാത്രമാണ് നമ്മൾ ചട്നി കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.